പ്രാവൻകൂടി ഷാപ്പ് എന്നൊരു മൂവിയുടെ സ്റ്റോറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡാണ്. വേറെ ലെവലായിട്ടാണ് ഈ മൂവി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂവിയുടെ ഡയറക്ഷൻ ആയാലും ശരി, സിനിമോട്ടോഗ്രാഫി ആയാലും ശരി, സൗണ്ട് ആയാലും എഡിറ്റിംഗ് ആയാലും ആ ഒരു മൂവിയുടെ കളറിംഗ് ആയാലും ആർട്ടായാലും എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടുണ്ട്. അതുമാതിരി തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ടോപ്പ് നോച്ച് ആണ് കേട്ടോ. ആൻഡ് മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ശ്രീരാജ് ശ്രീനിവാസനാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അങ്ങനെ തോന്നത്തില്ല, കാരണം അത്ര അടിപൊളിയായിട്ടാണ് മൂവി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് മൂവിയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ഷൈജു ഖാലിദാണ്. ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ് മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് വരെ. ആ ഒരു വിഷ്വൽ പ്രസന്റേഷൻ ഉണ്ടല്ലോ മാൻ, അത് വേറെ ലെവലാണ്. ഓരോ ഫ്രെയിംസും അത്ര കിടലാണ്. ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നതായാലും ശരി, അതിൻ്റെ ഒരു ലൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയാണ്. ആ ഒരു മൂവിയിലുള്ള ഓരോ ഫ്രെയിംസും അത്ര പൊളിയാണ്. എടുത്തു പറയണമെങ്കിൽ എല്ലാം പറയണം. കിടലായിട്ടുള്ള ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. കള്ള് ഷാപ്പിന്റെ അകത്ത് നിന്ന് നോക്കുമ്പോൾ ഈ കള്ള് ഷാപ്പിന്റെ പുറത്ത് ഒരുപാട് പോലീസ് ജീപ്പൊക്കെ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഈ ഡോറിന്റെ അകത്ത് കൂടി വരുന്നൊരു ഷോട്ട് ഉണ്ട് മാൻ, കിഡിലം എന്നൊക്കെ പറഞ്ഞാൽ കിഡിലം. അതുപോലെ ഒരുപാടുണ്ട് പറയണമെങ്കിൽ. ആ ഒരു എൻ്റെ മൂവിലുള്ള എല്ലാ ഫ്രെയിംസും പറയണം, അത്ര കിഡിലമാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്ന വിഷ്ണു വിജയാണ്. എടുത്തു പറയണം മ്യൂസിക്, കാരണം ഓരോ മൈന്യൂട്ട് സൗണ്ട് പോലും അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഓരോ സീക്വൻസ് ആയിട്ട് ആ ഒരു മ്യൂസിക് ബ്ലെൻഡ് ആയി പോകുന്നതും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനെ ബിൽഡ് ചെയ്യുന്നതായാലും എല്ലാം അടിപൊളിയായിട്ടാണ് വർക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവി എഡിറ്റ് ചെയ്തിരിക്കുന്ന ഷഫീഖ് മുഹമ്മദ് ആണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ മൂവി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു എൻ്റയർ മൂവിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന വേറൊരു സീക്വൻസ് ഉണ്ട്, ഒരു ചേസ് സീക്വൻസ് ആണ് മാൻ. അതിന്റെ ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ ടോപ്പ് ലെവലാണ്. നമ്മൾ റീസെന്റ് ഒരുപാട് ചേസ് സീക്വൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു റോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സീക്വൻസിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെയുള്ള ആ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, മ്യൂസിക് ആയാലും ശരി, ആ ഒരു കളറിംഗ് ആയാലും ലൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ചേസ് സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതായാലും ശരി, എല്ലാം പൊളിയാണ്. ആ ഒരു പർട്ടിക്കുലർ സീൻ എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു എൻ്റയർ ടീമിന് ബിഗ് സല്യൂട്ട്. അത്ര പൊളിയായിട്ടാണ് ആ ഒരു ചേസ് സീക്വൻസ് ഈ മൂവിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് മൂവിയുടെ സ്റ്റോറിയിലോട്ട് വരുവാണെങ്കിൽ തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് വർക്കായില്ല, കാരണം അത്ര ഒരു എൻഗേജ് ഫീൽ എനിക്ക് എവിടെ ഈ ഒരു മൂവി തന്നിട്ടില്ല. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വളരെ നോർമലായിട്ട് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ തന്നെയാണ് മൂവി സംസാരിച്ചു പോകുന്നത്. അല്ലാതെ വേറെ ലെവലായിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലുള്ള ക്രൈം ത്രില്ലറോ ഒന്നുമല്ല. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ കണ്ട പോലെ തന്നെയാണ്. ഒരു കള്ള് ഷാപ്പ്, ആ ഒരു കള്ള് ഷാപ്പിനകത്ത് ഒരാൾ മരിച്ചു കിടക്കുവാണ്. അതേ ടൈമിൽ ആ കള്ള് ഷാപ്പിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊലപാതകം ചെയ്ത ആരാണ്, എന്തിനാണ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തത്, ഇതാണ് ആ ഒരു സിനിമ സംസാരിക്കുന്നത്. സോ ഈ ഒരു മൂവിയുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്ന ഈ ഒരുപാട് ആൾക്കാരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ്. അവർ കടന്ന ഒരുപാട് സിറ്റുവേഷൻസും ഇവന്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു പോയിന്റ് വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഫസ്റ്റ് ഹാഫിന്റെ ഒരു എൻഡിലൊക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ, ഇയാളാണ് പ്രതി, ഇയാളാണ് ഇത് ചെയ്തത്, അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് എന്തിനാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന്റെ മോട്ടീവ് എന്താണ്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കൊണ്ട് എത്തിക്കും. പക്ഷേ പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ഒരുപാട് പുതിയ സീക്വൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ മൂവി ഭയങ്കര നോൺ ലീനിയർ ആയിട്ട് പോകുന്നുണ്ട്, പിന്നീട് ലീനിയർ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സ്റ്റോറി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒന്നും എവിടെയും കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഒരു ഇവന്റ് നടന്നു, ഒരു കൊലപാതകമാണ്, അത് ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, അതെന്താണ് കാണിക്കില്ല, അത്രേ ഉള്ളൂ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഫീലാണ് എനിക്ക് ആ ഒരു എൻ്റയർ മൂവിയിൽ കിട്ടിയത്. ആൻഡ് ആ ഒരു മൂവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയിരുന്നു. കാരണം നമ്മൾ ഇതുപോലത്തെ ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്, അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. സോ അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്, അല്ലാതെ ഭയങ്കര രീതിയിൽ തലപോകഞ്ഞ് ആലോചിക്കേണ്ട അല്ലെങ്കിൽ വേറെ ലെവലായിട്ടുള്ള ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെയൊന്നുമല്ല. ഒരു നോർമൽ ഫേസിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ചെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരുപാട് പുതിയ സീക്വൻസ് വരുന്നതുകൊണ്ട് തന്നെ കുറെ സ്ഥലത്ത് ഭയങ്കര ഡൗൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ സിനിമ ഒരു വൺ ടൈം ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ മൂവി തന്നെയാണ്. പക്ഷെ സ്റ്റോറി വൈസ് അത്രയ്ക്ക് ഒരു ഗ്രിപ്പോ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു എലമെന്റോ ആ സിനിമയിൽ എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ സൗബിനായാലും ബേസിനായാലും ചെമ്പനായാലും ചാന്ദിനിയായാലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കള്ള് ഷാപ്പിലുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സും അവരുടെ എല്ലാവരും പെർഫോമൻസും അടിപൊളിയായിരുന്നു. സോ ഇതാണ് മൂവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പക്ക ക്രൈം ത്രില്ലർ മൂവി അല്ല, അല്ലെങ്കിൽ ഒരു പക്ക കോമഡി മൂവി അല്ല, ഒരു കോമഡി ക്രൈം ത്രില്ലർ പാറ്റേണിലാണ് മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോമഡി എന്ന് പറയുമ്പോൾ ഡാർക്ക് കോമഡീസ് ആണ് മെയിൻലി സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഏരിയാസിൽ എനിക്കത് വർക്കായി, ഒരുപാട് ഏരിയസിൽ എനിക്ക് വർക്കാവാതെയും പോയിട്ടുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.